രോഹിത്തേട്ടാ, അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട മേഖലകൾ കടന്ന് കോട്ടയത്തേക്ക് നമ്മൾ കടക്കുകയാണ്. കോട്ടയത്ത് 9 മണ്ഡലങ്ങൾ അടങ്ങിയതാണ് കോട്ടയം ജില്ല എന്ന് പറയുന്നത്. 9 മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങൾ UDF-ലേക്ക് തിരികെ വരും? എത്ര സിറ്റിംഗ് സീറ്റുകൾ അട്ടിമറി വിജയത്തിലൂടെ തിരിച്ചു പിടിക്കും എന്നുള്ള ചോദ്യമാണ്. ഈ കോട്ടയം എന്ന് പറയുന്ന ഒരു സമയത്ത് UDF-ന്റെ കോട്ടയായിരുന്നു കോട്ടയം. മാണി കോക്കസ്, കേരള കോക്കസ് LDF-ലേക്ക് പോയതിനു ശേഷം അവിടെ ഒരു ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ജില്ലയാണ് കോട്ടയം. ഈ കോട്ടയത്ത് നിലവിൽ 5 സീറ്റിലാണ് LDF MLA-മാരുള്ളത്, 4 സീറ്റുകളിലാണ് UDF-ന് MLA-മാരുള്ളത്. ഈ 9 മണ്ഡലങ്ങളെ നമ്മൾ ഇഴകേറി പരിശോധിക്കണം. അതിനു മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ നഷ്ടം, CPM-നുണ്ടായ നഷ്ടം, ഇടതുപക്ഷത്തിനുണ്ടായ നഷ്ടം നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കും. ഇതിൽ ആദ്യത്തെ മണ്ഡലം പാലയാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകമായിരുന്ന കേരളത്തിൻ്റെ സ്വന്തം മാണി സാറിൻ്റെ സ്വന്തം പാല. മാണി സാറിൻ്റെ മരണത്തിന് ശേഷം ഈ പാല ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വന്ന മാണി സി കാപ്പൻ തിരിച്ചു പിടിക്കുകയും മാണി സി കാപ്പൻ ഇടതുപക്ഷത്തിന് വേണ്ടി പതിറ്റാണ്ടുകൾക്കപ്പുറം പിടിക്കുകയും എന്നാൽ ജോസ് കെ മാണിയുടെ വരവോടുകൂടി മാണി സി കാപ്പൻ വലത്തോട്ട് തിരിയുകയും സ്വന്തം പാർട്ടി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത പാല. മാണി സി കാപ്പൻ സിറ്റിംഗ് MLA ആണ്. ജോസ് കെ മാണി, മാണി സാറിൻ്റെ മകൻ ജോസ് കെ മാണിയാണ് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ മണ്ഡലം കാണിച്ചിട്ടുള്ള ആളാരാണെന്ന് ചോദിച്ചാൽ ജോസ് കെ മാണിയാണ്. കാരണം മാണി സാർ മരണപ്പെട്ടതിന് ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിക്കാതെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചതാണ് ആ മണ്ഡലം അവർക്ക് കുടുംബത്തിന്റെ കൈവിട്ടു പോകാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ മാണി സാറിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ള ഒരു പാർട്ടിയിലേക്ക്, ഒരു മുന്നണിയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് കെട്ടി എന്നൊരു ആക്ഷേപം ജോസ് കെ മാണിക്കെതിരെയുണ്ട്. അവിടെ NDA സ്ഥാനാർത്ഥിയുടെ പേരും പ്രസക്തമാണ്, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. PC ജോർജിനെ പോലെയല്ല ഷോൺ ജോർജിന് BJP-യിൽ NDA മുന്നണിയിൽ ആളുകൾക്കിടയിലൊക്കെ അത്യാവശ്യം വിലയുള്ള ആളാണ്. 20,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ NDA പാല പിടിക്കും എന്നാണ് ഷോണിന്റെ ഒരു വിശ്വാസം. UDF, LDF, NDA ത്രികോണ മത്സരം നടക്കുന്ന പാലയാണ്. ഇതിൽ ജോസ് കെ മാണിയും അഡ്വക്കേറ്റ് ഷോൺ ജോർജും ഒക്കെ ജനങ്ങൾക്കിടയിൽ നിൽക്കുകയും ജനങ്ങളുമായിട്ട് വലിയ രീതിയിൽ സൗഹൃദം പങ്കിടുകയൊക്കെ ചെയ്യുമ്പോൾ ജോസ് കെ മാണി അവിടെ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ഒതുങ്ങിക്കൂടി പോകുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പല ചാനലുകളും ജോസ് കെ മാണിയുടെ വിജയം പ്രവചിക്കുന്നുണ്ട്. ജോസ് കെ മാണി വലിയ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ മുൻപന്തിയിലാണ്. പക്ഷേ പാലക്കാർ എപ്പോഴും ബുദ്ധിയുള്ളവരാണ്. പാലക്കാർക്ക് എപ്പോഴും മന്ത്രിയെ ആവശ്യമുള്ള ഒരു മണ്ഡലമാണ്. നമ്മൾ ഈ കൊട്ടാരക്കരയെ പറ്റിയും പത്തനാപുരത്തെ പറ്റിയൊക്കെ പറയുന്ന പോലെ. അപ്പോൾ സ്വാഭാവികമായും ഒരു UDF മുന്നണി വരുമെന്നും UDF മുന്നണി വന്നാൽ മാണി സി കാപ്പന് ഘടകകക്ഷി എന്ന നിലയിൽ ഒരു മന്ത്രിസ്ഥാനം ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ അത് UDF-ന് വെല്ലുവിളിയാകുമെന്നും ആ തരത്തിൽ LDF-ന് ജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പാലായിലെ LDF സ്ഥാനാർത്ഥിയുടെ കണക്കുകൾ. പക്ഷേ ഇനി ആരെ എന്ത് പ്രഖ്യാപനം നടത്തിയാലും ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവിടുത്തെ കേരള കോൺഗ്രസ്സുകാരുടെ കൂടി ആവശ്യം കൂടി ആയതുകൊണ്ട് ജോസ് കെ മാണി പാലായിൽ പരാജയപ്പെടും. ആ സ്റ്റേറ്റ് UDF നിലനിർത്തുക തന്നെ ചെയ്യും. പാല UDF-ൻ്റെതാണ്. അത് മാണി സാറിൻ്റെ കുടുംബം LDF-ൽ പോയാലും പാല UDF-ൻ്റേത് തന്നെയാണ് എന്നുള്ളത്. പാലായിൽ നിന്ന് കടുത്തുരുത്തിയിലേക്ക് വന്നാൽ മോൻസ് ജോസഫ് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നിർമ്മല ജിമ്മി LDF-ന്റെ സ്ഥാനാർത്ഥി. സുരേഷ് ഇട്ടിക്കുന്നിൽ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ് NDA അവിടെയുള്ളത്. അത് കടുത്തുരുത്തി UDF-ന്റെ സ്വന്തം മണ്ഡലമാണ്. അത് മോൻസ് ജോസഫ് തന്നെയാണ് അവിടെ MLA ആകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ആർക്കും അതിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയ പോരാട്ടമോ അവിടെ ഒരു വലിയ സംശയമോ ഉണ്ട് എന്ന് തോന്നുന്നില്ല. മോൻസ് ജോസഫ് തന്നെയാണ് ഭൂരിപക്ഷം. പിന്നെ വൈക്കമാണ്, ഇടത് കോട്ടയാണ്. വൈക്കത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പഴയ MLA CPI-യുടെ പഴയ MLA K അജിത്ത് NDA-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. K അജിത്ത് പിടിക്കുന്ന വോട്ടുകൾ CPI-യിൽ നിന്ന് വോട്ട് പിടിച്ചാൽ ഒരുപക്ഷെ ഒരു അട്ടിമറിയിലൂടെ K ബിനിമോൻ അവിടുത്തെ UDF-ന്റെ MLA ആയി വരാനുള്ള സാധ്യതയുള്ള മണ്ഡലമാണ്. എങ്കിൽ പോലും മുൻതൂക്കം LDF-നാണ്. P പ്രദീപാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അത് LDF-നൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റുമാനൂരേക്ക് വന്നാൽ കോട്ടയത്തിൻ്റെ DCC അധ്യക്ഷനും കോട്ടയത്തെ കോൺഗ്രസിൻ്റെ മുഖമായ നാട്ടകം സുരേഷേട്ടനാണ് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥി. അവിടെ VN വാസവൻ, ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവന്റെ തട്ടകമാണ്. ആതിര D നായർ, നമുക്കറിയാം, ഒരു നമ്മുടെ ഡിജിറ്റൽ മീഡിയയിലെ അവതാരകയൊക്കെയായി പ്രത്യേക സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയാകേണ്ടി വന്ന ആതിര D നായർ കൊച്ചെന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട് അവിടെ. കുറച്ച് ആളുകളുടെ ശ്രദ്ധയൊക്കെ ആകർഷിക്കാൻ കുട്ടികളോട് പറ്റിയിട്ടുണ്ട്. എങ്കിലും NDA-ക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ പോലും നാട്ടകം സുരേഷ് VN വാസവൻ പോര് നടക്കുന്ന ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിൽ VN വാസവന് തറപറ്റാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നാട്ടകം സുരേഷ് ചിലർക്കാരനല്ല, ഏറ്റുമാനൂർ UDF-നൊപ്പം പോരും. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കോട്ടയത്തേക്ക് വന്നാൽ വളരെ മനോഹരമായ മത്സരം നടക്കുന്ന കോട്ടയമാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്
കോട്ടയത്തെ സിറ്റിംഗ് MLA, അദ്ദേഹം തന്നെയാണ് UDF സ്ഥാനാർത്ഥി. അവിടെ LDF സ്ഥാനാർത്ഥിയുടെ പേരാണ് രസകരം, K. അനിൽകുമാർ. ചാനൽ ചർച്ചകളിലെ CPM ഗർജിക്കുന്ന സിംഹമായ താത്വിക ആചാര്യനായ K. അനിൽകുമാറാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. പി അനിൽകുമാർ തന്നെയാണ് അടുത്ത P. അനിൽകുമാർ. P. അനിൽകുമാറാണ് അവിടെ BDJSന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ K. അനിൽകുമാറും P. അനിൽകുമാറും NDAയുടെ LDFന്റെ സ്ഥാനാർത്ഥിയാകുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം എത്ര എന്ന ചോദ്യം മാത്രം. തിരുവഞ്ചൂരിന് ചില തീർക്കാൻ ചിലച്ച് പക മാറ്റി വെച്ചിട്ടുണ്ട്. തിരുവഞ്ചൂർ 10 വർഷക്കാലം അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വിവിധ വകുപ്പുകൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു പടവലങ്ങ തോട്ടവുമൊക്കെ ആയി ബന്ധപ്പെട്ട് കോട്ടയം നഗരത്തിൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന ആകാശപാത, നമ്മളോടുള്ള ഇന്റർവ്യൂവിലും തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട്, ഭരണം വരട്ടെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും UDFന്റെ കോട്ടയായി തന്നെ കോട്ടയം തുടരും. ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടക്കുകയും സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്ത അടുത്ത മണ്ഡലമാണ് പുതുപ്പള്ളി. ഇലക്ഷന് പോസ്റ്ററോ ഫ്ലെക്സോ വേണ്ട, ഒരു പ്രചരണ വാഹനം പോലും വേണ്ട, പിന്നെ എല്ലായിടത്തും ഓടിയെത്തുന്നുണ്ട്. സൈക്കിളിൽ നടന്ന് വോട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധി വരുന്ന പങ്കെടുക്കുന്ന പരിപാടിയിൽ ട്രാക്ക് സൂട്ടും ടീഷർട്ടും ഇട്ട് വന്നത് ആളുകളെ കാണാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ഇന്ത്യയിലുണ്ടെങ്കിൽ അയാളുടെ പേര് ചാണ്ടി ഉമ്മൻ എന്നാണ്. ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമായ പുതുപ്പള്ളി ചാണ്ടി ഉമ്മന്റെ കൈകളിൽ ഭദ്രമാണ്. ഈ ലിസ്റ്റ് നോക്കാതെ അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ പേര് പറയാൻ പറ്റുമോ? ഇല്ല. ജയിക്ക് പോലും മാറി നിന്നു. KM രാധാകൃഷ്ണനാണ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി. രവീന്ദ്രനാഥ് വാകത്താനമാണ് NDA സ്ഥാനാർത്ഥി. ചേട്ടാ, ഇതില് രസകരമായ കാര്യം എന്ന് പറയുന്നത് മറ്റു പല മണ്ഡലങ്ങളിലും അദ്ദേഹം പ്രചാരണത്തിനായി പോകുന്നുണ്ട്. ഇന്ന് രാവിലെ റീൽസ് കാണുമ്പോ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി CP ജോണിന്റെ ഒപ്പം ഓടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അളിയൻ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ, അദ്ദേഹത്തിന്റെ അളിയൻ NDA സ്ഥാനാർത്ഥി മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ OJ ജനീഷിന് വേണ്ടി പ്രചരണത്തിലും ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു. പല മണ്ഡലങ്ങളിലും ചാണ്ടി ഉമ്മൻ സ്റ്റാർ, കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടെല്ലാം അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം എത്ര എന്ന് മാത്രമേ ജയിക്കായിരുന്നെങ്കിൽ അവിടെ ഒരു ടൈറ്റ് എന്തെങ്കിലും ഒരു ചർച്ചയിലെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നിരുന്നില്ല. ജയിക്കായിരുന്നെങ്കിൽ ഇടതുപക്ഷം ചെയ്തൊരു ചതിയാണ് ജയിക്കിനെ മാറ്റി നിർത്തിയത് എന്ന് വേണം. ജയിക്കിന് എവിടെയെങ്കിലും ഒരു നല്ല സീറ്റ് കൊടുക്കണമായിരുന്നു. എന്തായാലും ചാണ്ടി ഉമ്മൻ ജയിക്കിനെ പഞ്ചായത്ത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഞാൻ വിമർശിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഖേദമുണ്ട്. ജയിക്കിന് എവിടെയെങ്കിലും ഒരു ജയസാധ്യതയുള്ള സീറ്റ് കൊടുക്കാമായിരുന്നു. ഈ കോട്ടയം സീറ്റൊക്കെ ജയിക്കിന് കൊടുക്കാമായിരുന്നു. അനിൽകുമാറിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ജയിക്ക് എന്ന ചിന്ത നമുക്കുണ്ട്. എന്തായാലും ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ മാത്രം ഇനി ടെൻഷൻ അടിച്ചാൽ മതി. ചങ്ങനാശ്ശേരിയിലേക്ക് വന്നാൽ LDF സ്ഥാനാർത്ഥി ജോബ് മൈക്കിളാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റാണ്. വിനു ജോബാണ് UDFന്റെ സ്ഥാനാർത്ഥി. വിനു ജോബ് ഈ പറയപ്പെടുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയാണ്. P. രാധാകൃഷ്ണ മേനോനാണ് NDAയുടെ സ്ഥാനാർത്ഥി. ഈ ജോബ് മൈക്കിൾ അവിടെ വിജയം ഉറപ്പിച്ച മട്ടിലൊക്കെയാണ് ചർച്ചകളൊക്കെ നടക്കുന്നെങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞത് ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണെന്നാണ് കൊടിക്കുന്നിൽ സുരേഷൻ എന്ന കാര്യം ആരും മറന്നുപോയി. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, കേരളയിലുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ. ജോ മൈക്കിളിന് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഞങ്ങളുടെ അച്ഛൻ്റെ കുഴിമാടത്തിലും അടുപ്പിൻ്റെ മൂട്ടിലുമൊക്കെ മഞ്ഞക്കുറ്റി നാട്ടി എന്നൊരു വിമർശനം ചങ്ങനാശ്ശേരിയിലെ പാവപ്പെട്ട സ്ത്രീകൾക്കിടയിലുണ്ട്, ആളുകൾക്കിടയിലുണ്ട്. അത് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു അട്ടിമറി സംഭവിച്ചാൽ ഈ പറയപ്പെടുന്ന വിനു ജോബ് വിജയസാധ്യതയുണ്ട്. എങ്കിലും ഞാനത് LDFന്റെ പട്ടികയിൽ തന്നെ കൂട്ടുന്നു. ജോബ് മൈക്കിൾ അവിടെ സേഫാണ് എന്നുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി ഡോക്ടർ N. ജയരാജ്, കേരള കോൺഗ്രസ് എമ്മിന്റെ N. ജയരാജ് ജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പ്രൊഫസർ റോണി K. ബേബിയാണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചർച്ചകളിൽ പോലും കാണുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത്. ഈ ഡോക്ടർ N. ജയരാജിന്റെ ബൈപ്പാസ് നിർമ്മാണമൊക്കെ ആയി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് വസന്തൊക്കെ ബുള്ളറ്റിലൊക്കെ പോയി വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടു. എങ്കിലും അത് ജയരാജിനൊപ്പം തന്നെ നിൽക്കാനുള്ള സാധ്യതയാണ് കാഞ്ഞിരപ്പള്ളിയിൽ കാണുന്നത്. മറ്റൊരു ആകർഷകമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ. സെലിബ്രിറ്റി മണ്ഡലമായിരുന്നു. ഇപ്പോഴും ആ സെലിബ്രിറ്റി അവിടെ മത്സരിക്കുന്നുണ്ട്. ഫീൽഡ് ഔട്ടായി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി മത്സരിക്കുന്ന മണ്ഡലമാണ് PC ജോർജിന്റെ സ്വന്തം പൂഞ്ഞാർ. 9 തവണ മത്സരിച്ചു, 7 തവണ ജയിച്ചു. അതിലൊരു തവണ ജയിച്ചത് സ്വതന്ത്രനായിട്ട് നിന്നിട്ടാണ്. 3 മുന്നണിയും വെല്ലുവിളിച്ചുകൊണ്ട് ജയിച്ച മണ്ഡലം. അവിടെ BJP സ്ഥാനാർത്ഥിയായി ചെന്താമര ചിഹ്നത്തിൽ PC ജോർജ് മത്സരിക്കുന്നുണ്ട്. സെബാസ്റ്റ്യൻ കുളത്തുങ്കലാണ് LDF സ്ഥാനാർത്ഥി. അഡ്വക്കേറ്റ് സജി ജോസഫാണ് UDF സ്ഥാനാർത്ഥി. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിലവിൽ അവിടുത്തെ MLA ആണ്, LDFന്റെ MLA ആണ്. ഇത്തവണ അതിന്റെ അഡ്വക്കേറ്റ് സജി ജോസഫ് അത് തിരിച്ചു പിടിച്ച് UDF മണ്ഡലമാക്കും. അപ്പോൾ അഡ്വക്കേറ്റ് സജി ജോസഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം സെബാസ്റ്റ്യൻ MJ ആണ്. ഒരു സെബാസ്റ്റ്യൻ MJയും സെബാസ്റ്റ്യൻ കുളത്തുങ്കലും PC ജോർജും തമ്മിലുള്ള മത്സരമാണ്. സജി ജോസഫ് എന്ന അദ്ദേഹത്തെ അവിടെ അറിയപ്പെടുന്ന പേരാണ്. അപ്പോൾ കോട്ടയത്ത് 9-ൽ 4 സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് 2 സീറ്റുകൾ കൂടി ഉയർത്തി 9-ൽ 6 സീറ്റുകളുമായി UDF അതിന്റെ തേരോട്ടം മുന്നോട്ട് പോകും. അതെ, അതിൽ വൈക്കത്തൊരു സംശയവും കൂടി ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് വേറെ ഏതെങ്കിലും ജില്ലയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്റെ പ്രവചനം ഇങ്ങനെയാണ്: തിരുവനന്തപുരത്ത് 8, കൊല്ലത്ത് 9, പത്തനംതിട്ടയിൽ 3, കോട്ടയത്ത് 6. 9, 8, 16, 6, 22, 3, 25 സീറ്റുകൾ
4 ജില്ലകളിലായി UDF ലഭിക്കും.